ആലപ്പുഴ കളർകോടുണ്ടായ അപകടത്തിൽ മരിച്ചവരെല്ലാം മെഡിക്കൽ വിദ്യാർത്ഥികളാകുമ്പോൾ ഞെട്ടിത്തെറിച്ചത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും സഹപാഠികളും ജീവനക്കാരും മാത്രമല്ല, കേരളം മുഴുവൻ ആ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ദുരന്തത്തിൽപ്പെട്ടത്. രാത്രി 9:30ഓടെയായിരുന്നു നാടിനെ നടുക്കിയ ആ അപകടം നടന്നത്. ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് വന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും ആലപ്പുഴയിലേക്ക് വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. കായംകുളം രജിസ്ട്രേഷനിലുള്ള കാറാണ് ഇത്. കാറ് നേരെ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നില്ല എന്നും റോഡിൽ തെന്നി നീങ്ങിയ ശേഷം കാറിന്റെ മധ്യഭാഗം ബസ്സിലേക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. 11 പേരാണ് കാറിൽ ഉണ്ടായിരുന്നത്. 5 പേർ മരിച്ചു. കാറിലുണ്ടായിരുന്ന 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇടിയുടെ ആഘാതത്തിൽ കാറ് പൂർണ്ണമായും തകരുകയും ചെയ്തു. അരമണിക്കൂറോളം എടുത്താണ് കാറ് വെട്ടിപ്പൊളിച്ച് യുവാക്കളെ പുറത്തെടുത്തത്. കാറിന്റെ മധ്യഭാഗത്തായി ഇരുന്നവരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത്. 4 പേർ സ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് എന്നാണ് വിവരം. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ബസിന്റെ മുൻവശത്തെ ചില്ല് പൂർണ്ണമായും തകർന്നു. ബസ്സിലുണ്ടായിരുന്ന ചില യാത്രക്കാർക്കും നിസ്സാര പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. രാത്രി സിനിമ കാണാനായി ആലപ്പുഴ നഗരത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമെന്നാണ് സഹപാഠികൾ പറയുന്നത്. ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽ ഖാന്റെ ഉടമസ്ഥതയിലുള്ള തവേര കാറിൽ വാടകയ്ക്കെടുത്തായിരുന്നു യാത്ര. 8 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വാഹനത്തിൽ 11 പേരായിരുന്നു ഉണ്ടായിരുന്നത്. സിനിമ കാണാൻ തിരിച്ച സംഘത്തിൽ 13 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 11 പേർ കാറിലും 2 പേർ ബൈക്കിലുമായാണ് യാത്ര ചെയ്തത്. പാലക്കാട് സ്വദേശി ശ്രീദീപ്, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജി, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, മലപ്പുറം സ്വദേശി ദേവനാഥ് എന്നിവരാണ് മരിച്ചത്. നിശേഷം തകർന്ന കാറിന്റെ മുൻ സീറ്റിലുണ്ടായിരുന്ന 3 പേരും പിൻസീറ്റിലുണ്ടായിരുന്ന 2 പേരുമാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന ഗൗരി ശങ്കറിന്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ട്. കാറിലുണ്ടായിരുന്ന മറ്റ് സഹപാഠികളായ കൃഷ്ണദേവ്, മുഹസിൻ, സെയിൻ, ആനന്ദ് എന്നിവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബസ് യാത്രക്കാരായ ചിലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരെ ഓടിക്കൂടിയ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് പുറത്തെടുത്തത്. കുട്ടികളിൽ ഒരാളുടെ 2 കൈകളും അറ്റ നിലയിലായിരുന്നു. കാറിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ തന്നെ 3 പേരും മരിച്ച നിലയിലും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് 5 പേരുടെയും മരണം സ്ഥിരീകരിച്ചത്. അപകട സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. മഴയുണ്ടാക്കിയ കാഴ്ചക്കുറവിൽ കാർ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായത് എന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. അമിത വേഗതയിൽ വാഹനങ്ങൾ കടന്നു വരാൻ സാധ്യതയില്ലാത്ത മേഖലയാണിതെന്നും കനത്ത മഴയിൽ കാഴ്ച മങ്ങിയതാകാം അപകട കാരണമെന്ന് സംശയിക്കുന്നതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൂടുതൽ പരിശോധന നടക്കുകയാണ് എന്നും ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു.